Hello all. Welcome to News in 360 Degree by Civils 360 IAS Academy. രണ്ടായിരത്തി 2023 യൂണിയൻ ഗവൺമെന്റ് കേരളത്തിന്റെ പുറത്തൊരു നെറ്റ് ബോറോയിങ് സീലിംഗ് ലോൺ എടുക്കാൻ പറ്റുന്നതിന്റെ ഒരു മാക്സിമം ലിമിറ്റ് സെറ്റ് ചെയ്തതിനെതിരെ കേരളം സുപ്രീം കോടതി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. സോ ആർട്ടിക്കിൾ 292 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ കടം എടുക്കാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 292 പ്രകാരം the executive power of union extends to borrowing upon the security of the consolidated fund of India. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ബേസ് ചെയ്ത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യനെ ഒരു കൊളാട്രൽ പോലെ വെച്ചുകൊണ്ട് സെക്യൂരിറ്റി പോലെ വെച്ചുകൊണ്ട് യൂണിയന് കടമെടുക്കാൻ പറ്റും. ആൻഡ് എത്ര കടമെടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ലിമിറ്റ്സ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് പാർലമെന്റ് ആണ്. പാർലമെന്റ് ഒരു നിയമം വഴി വേണം യൂണിയൻ ഗവൺമെന്റിന് എത്ര കടമെടുക്കാൻ പറ്റും എന്നുള്ളത് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത് പ്രകാരമായിരുന്നു നമ്മൾ FRBM ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003 പാസ് ചെയ്തിട്ടുള്ളത്. സോ ഈ FRBM ആക്ട് പ്രകാരം നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്, അതായത് നമ്മുടെ ഇപ്പൊ ബഡ്ജറ്റിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് വരവും ഉണ്ടാവും ചെലവും ഉണ്ടാവും. ചെലവിനൊപ്പം തന്നെ വരവുണ്ടെങ്കിലേ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഓടിപ്പോകാൻ പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും വരവ് കുറവായിരിക്കും, ചെലവ് കൂടുതലും ആയിരിക്കും. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. സോ ബേസിക്കലി ഇതാണ് അണ്ടർലൈൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നാണ് പറയുക. എത്ര ഡെഫിസിറ്റ് ഉണ്ട്, നമുക്ക് എത്ര ലോൺ എടുക്കേണ്ടി വരുന്നു, എത്ര ബോറോ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു പരിധിക്ക് അപ്പുറം കടന്നു പോവാന്ന് പറയുന്നത് ഒരു ഇക്കോണമിയുടെ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ഡെട്രിമെന്റൽ ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ അതിനൊരു ലിമിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ പ്രകാരമാണ് ഈ FRBM ആക്ട് എനാക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ FRBM ആക്ട് പ്രകാരം ഫിസിക്കൽ ഡെഫിസിറ്റിന് ഒരു ടാർഗറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരിക്കലും GDPയുടെ 3% പോകാൻ പാടില്ല എന്നുള്ള ലിമിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് യൂണിയന്റെ ബോറോയിങ്ങിന്റെ കേസാണ്. പക്ഷെ സ്റ്റേറ്റ്സിന്റെ കാര്യത്തിൽ ഡീൽ ചെയ്യുന്നത് വേറെ ഒരു ആർട്ടിക്കിൾ ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 293. യൂണിയന്റെ ബോറോയിങ് 292 ആയിരുന്നു. സ്റ്റേറ്റ്സിന്റെ ബോറോയിങ് ഡീൽ ചെയ്യുന്നത് 293 ആണ്. 293 ക്ലോസ് 1 പറയുന്നത് the executive power of a state extends to borrowing within the territory of India upon the security of consolidated fund of state within such limits as it may from time to time be fixed by the legislature of such state. യൂണിയനെ പോലെ തന്നെ യൂണിയന് പാർലമെന്റ് ആണ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് ബോറോ ചെയ്യുന്നത് എങ്കിൽ സ്റ്റേറ്റിന് ഇന്ത്യയുടെ ടെറിട്ടറിക്കകത്ത് ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റേറ്റിന്റെ ലെജിസ്ലേച്ചർ ഫിക്സ് ചെയ്യുന്ന ലിമിറ്റിനുള്ളിൽ വെച്ച് ബോറോ ചെയ്യാന്നുള്ളതാണ്. മാത്രമല്ല സ്റ്റേറ്റിന്റെ ബോറോയിങ് പവറിന് പുറത്ത് പാർലമെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പാർലമെന്റിന് കൺട്രോൾ ഉണ്ട് എന്ന് പറയുന്നതാണ് ക്ലോസ് 2. അതായത് ലോൺ കൊടുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മേ സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി ലേഡ് ഡൗൺ ബൈ അണ്ടർ എനി ലോ ബൈ പാർലമെന്റ് make laws to any state make loans to any state or so long as any limits fixed under article 292 are not exceeded, give guarantees in respect of loans raised by any state. അതായത് സ്റ്റേറ്റ് റേസ് ചെയ്യുന്ന ലോണിന് ഗ്യാരണ്ടി കൊടുക്കാൻ യൂണിയൻ ഗവൺമെന്റിന് പറ്റും, which is subject to any law made by parliament. ഗ്യാരണ്ടി യൂണിയന് കൊടുക്കാൻ പറ്റും സ്റ്റേറ്റിന്റെ ലോസിന്. മാത്രമല്ല ഒരു പ്രീ എക്സിസ്റ്റിംഗ് ലോൺ ഓൾറെഡി യൂണിയന് ഒരു പ്രീ എക്സിസ്റ്റിംഗ് ലോൺ ഉണ്ടെങ്കിൽ ഫർദർ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിന് യൂണിയന്റെ കൺസെന്റ് തേടേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ക്ലോസ് 3. A state may not without the consent of the government of India raise any loan if there is still outstanding or any part of a loan which has been made to the state by the government of India or by its predecessor government or in respect of which a guarantee has been given by the government of India or by its predecessor government. അതായത് ഓൾറെഡി ഒരു പ്രീ എക്സിസ്റ്റിംഗ് ലോൺ ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്. ഇപ്പൊ കേരളത്തിനാണെങ്കിൽ കേരളത്തിന് ഒരു പ്രീ എക്സിസ്റ്റിംഗ് ലോൺ ഉണ്ട് സെന്ററിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ സെന്റർ കേരളത്തിന്റെ ഏതെങ്കിലും ലോണിന് ഗ്യാരണ്ടി നിന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ ഇനിയും ഒരു ലോൺ റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെന്ററിന്റെ കൺസെന്റ് വേണം എന്നാണ് ഈ 293 ക്ലോസ് 3 പറയുന്നത്. ക്ലോസ് 4 പറയുന്നതെന്ന് വെച്ചാൽ സെന്ററിന് ആ കൺസെന്റ് ഏതെങ്കിലും കണ്ടീഷൻസ് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ കൊടുക്കാം എന്ന് 293 ക്ലോസ് 4 പറയുന്നുണ്ട്. സോ ഇതിലിപ്പോ കേരളം സുപ്രീം കോടതിയിലേക്ക് പോയത് എന്ന് പറഞ്ഞാല് ഈ 293 ക്ലോസ് 3 ഒരു വേർഡിങ്ങിന്റെ ഇന്റർപ്രിട്ടേഷൻ പ്രകാരമാണ്. A state may not without the consent of government of India raise any loan
ഈ ഇനി ലോൺ എന്ന് പറയുന്നത് എന്താണ്? യൂണിയന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ലോൺ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് കേരളം പറയുന്നത്. പക്ഷെ മറ്റ് സോഴ്സ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നൊക്കെ ഇപ്പോ കേരളത്തിന് ബോറോ ചെയ്യണമെങ്കിൽ അതിന്റെ പുറത്തൊരു റെസ്ട്രിക്ഷൻ അല്ല ഈ 293 എന്നാണ് കേരളം ആർഗ്യൂ ചെയ്യുന്നത്. യൂണിയൻ അങ്ങനെയല്ല പറയുന്നത്. യൂണിയൻ പറയുന്നത് എവിടുന്ന് സ്റ്റേറ്റ് ലോൺ റേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പുറത്തൊരു നെറ്റ് ബോറോയിങ് ലിമിറ്റ് വെക്കാൻ സെന്ററിന് അധികാരമുണ്ട്. അതിപ്പോ സുപ്രീം കോടതിയിൽ നടക്കുന്ന ഒരു കേസാണ്. പിന്നെ ആർട്ടിക്കിൾ 293യെ പറ്റി പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അതിലുണ്ടായിരുന്ന ആർട്ടിക്കിൾ 163 അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ആർട്ടിക്കിൾ 293 കൊണ്ടുവന്നിട്ടുള്ളത്. 163ലായിരുന്നു ഈ പറയുന്ന സ്റ്റേറ്റ്സിന്റെ ബോറോയിങ് പവേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബ്രിട്ടീഷ് കാലത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ടായിരുന്നത്. സോ അതില് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് അന്ന് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ സ്ഥാനത്ത്. സോ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകൾക്ക് ഏത് ലോൺ റേസ് ചെയ്യണമെങ്കിലും സെന്ററിന്റെ കൺസെന്റ് വേണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ആർട്ടിക്കിൾ 163 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് കുറച്ച് അഡീഷണൽ സബ് ക്ലോസസ് ഉണ്ടായിരുന്നു. ആ സബ് ക്ലോസസിൽ എന്താണ് പറയാ, ഈ സെന്ററിന് അപ്പാടെ റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് പറയുന്ന സബ് ക്ലോസസ് ഉണ്ട്. അതായത് യൂണിയന്റെ കൺസെന്റ് അൺറീസണബിൾ ആയിട്ട് വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കാര്യകാരണമായി സഫീഷ്യന്റ് റീസൺ കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ കൺസെന്റ് വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല എന്താണ് അത് റീസണബിൾ ആയിരിക്കണം എന്നുള്ള ഒരു ക്ലോസ് ഇതിൽ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഈ ആർട്ടിക്കിൾ 163 GOA 1935 ആക്ട് നിന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുത്തപ്പോ ആ അഡീഷണൽ സബ് ക്ലോസസ് വേണ്ടാന്ന് വെച്ചു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ എക്സ്റ്റേണൽ ഗവൺമെന്റ് ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് യൂണിയനിൽ നിൽക്കുന്നത് കൊണ്ടാണ് പ്രൊവിൻസസും യൂണിയനും തമ്മിൽ ഇങ്ങനെ ഒരു ക്ലാഷ് ഉള്ളത്. അപ്പോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന യൂണിയൻ സ്റ്റേറ്റ് ക്ലാഷസ് ഉണ്ടാവാണ്ടിരിക്കും. ഒരു കോപ്പറേഷൻ, ഒരു എന്താ പറയാ, ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ മോഡിലേക്ക് ഇതങ്ങ് പൊക്കോളും. വലിയ ക്ലാഷസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇങ്ങനെ അൺറീസണബിളി വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ക്ലോസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെ തീരുമാനം. അങ്ങനെയാണ് ആർട്ടിക്കിൾ 293 ആ ഒരു ക്ലോസ് ഒഴിവാക്കിയത്. സോ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിന് ഈ പറയുന്ന ഒരു നെറ്റ് ബോറോയിങ് ലിമിറ്റ് വെച്ചായിരുന്നു ₹32,442 crore. അപ്പോ കേരളത്തിന്റെ റവന്യൂ വളരെ ഷോർട്ട് ഫോൾ ഉണ്ടാവുകയും കേരളത്തിന് ബോറോ ചെയ്യാണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയും വന്നു. മാത്രമല്ല കേരളം പറയുന്നത് കേരളത്തിന് ഈ പറയുന്ന ഫിനാൻഷ്യൽ പ്രെഡിക്കമെന്റ് വരാൻ കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള റവന്യൂ കുറവായതും GST കോമ്പൻസേഷൻ കുറഞ്ഞതും ഒക്കെയാണ് കാരണം എന്നാണ് പറയുന്നത്. പിന്നെ ഡിസംബർ 2023 കേരളം സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തത്. ഇതിനു മുന്നേ ഇതേപോലത്തെ കേസ് ഡീൽ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രൊസീഡിങ്സ് ഒന്നും ഇല്ല. സോ ഇതിന്റെ എന്താ പറയാ വേർഡിക്റ്റ് എന്ന് പറയുന്നത് ഒരു അവൈറ്റഡ് വേർഡിക്റ്റ് ആണ്. സോ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എനി ലോൺ, നേരത്തെ പറഞ്ഞ പോലെ കേരളം പറയുന്നത് യൂണിയനിൽ നിന്ന് എടുത്ത ലോണുകളെ മാത്രമാണ് ഈ ആർട്ടിക്കിൾ 293 ക്ലോസ് 3 പരാമർശിക്കുന്നത് എന്നാണ്. സെന്റർ ആർഗ്യൂസ് അതർവൈസ്. സോ വേർഡിക്റ്റ് എങ്ങനെയാന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഈ പറയുന്ന കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാനായിട്ട് ഈ ആർട്ടിക്കിളിൽ തന്നെ കുറച്ച് സൊല്യൂഷൻസ് പോലെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ട്രാൻസ്പെറന്റ് ആയിരിക്കണം സെന്ററിന്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഫെർദർ ലോൺ റേസ് ചെയ്യുന്ന റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണ സഹിതം ഡിസിഷൻ മേക്കിങ്ങിന് ഉണ്ടാക്കിയ പ്രൊസീജിയറും എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം പബ്ലിക്കിന് വേണ്ടിയിട്ട്. മാത്രമല്ല ഒരു കൺസൾട്ടേറ്റീവ് പ്രോസസ്സിലൂടെ വേണം ആ ഒരു ഡിസിഷനിലേക്ക് എത്താൻ. സ്റ്റേറ്റ് ഗവൺമെന്റ്സുമായിട്ടും എന്താ പറയുക നെഗോഷിയേറ്റ് ചെയ്തിട്ട് വേണം അങ്ങനെ ലോൺസ് റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യാൻ. മാത്രമല്ല ഇക്വിറ്റബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, എല്ലാ സ്റ്റേറ്റ്സിനെയും യൂണിഫോംലി ട്രീറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളിലൊക്കെ ഫേവറബിൾ ഈ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻസ് കാരണം ചില സ്റ്റേറ്റ്സിന് എന്താ പറയാ ഫേവറബിൾ ആയിട്ടുള്ള നിലപാടും മറ്റു ചിലരെ റെസ്ട്രിക്ട് ചെയ്യുന്ന നിലപാടും കൈക്കൊള്ളാൻ പാടില്ല എന്നുള്ള രീതിക്ക് കുറച്ച് സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട് ഈ ആർട്ടിക്കിളിൽ. പിന്നെ ഗിഗ് എക്കോണമിയെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അതായത് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, എസ്പെഷ്യലി വിമൻ വർക്കേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പോ ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു യൂണിയൻ ഉണ്ട്, ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം സർവീസസ് വർക്കേഴ്സ് യൂണിയൻ. ഇന്ത്യയുടെ ആദ്യത്തെ യൂണിയൻ ആണ്, ഡെഡിക്കേറ്റഡ് പ്രൈമർലി ടുവേർഡ്സ് വിമൻ ഗിഗ് വർക്കേഴ്സ്. വിമൻ ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിയൻ ആണ് ഈ ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം സർവീസസ് വർക്കേഴ്സ് യൂണിയൻ. അപ്പോ ഇവര് റീസെന്റ് ഈ കഴിഞ്ഞ ദീപാവലി ഇവര് ബ്ലാക്ക് ദിവാലി ആയിട്ടായിരുന്നു ഒബ്സർവ് ചെയ്തിരുന്നത്. ഒരു നേഷൻ വൈഡ് സ്ട്രൈക്ക് ആയിരുന്നു എക്സ്പ്ലോയിറ്റേറ്റീവ് ലേബർ കണ്ടീഷൻസിന് അഗൈൻസ്റ്റ്. ഈ പ്ലാറ്റ്ഫോംസ് പലപ്പോഴും നടത്തുന്നത് എക്സ്പ്ലോയിറ്റേറ്റീവ് ലേബർ കണ്ടീഷൻസിനെതിരെ എതിരെ ബ്ലാക്ക് ദിവാലി ഒബ്സർവ് ചെയ്തിരുന്നു. സോ ഇവരുടെ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാല്
ഈ ഈ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും ഈ സ്റ്റാർട്ടപ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതും ഭയങ്കരമായിട്ട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ ദിവാലി ഡിസ്കൗണ്ട്സ്, ഫെസ്റ്റീവ് ഡിസ്കൗണ്ട്സ് ഒക്കെ ഇപ്പൊ സൊമാറ്റോ ആയാലും സ്വിഗ്ഗി ആയാലും അതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ കൊടുക്കുന്നത് പലപ്പോഴും ഈ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ്. വർക്കേഴ്സിന്റെ വേജ് കട്ട്സും എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സും എക്സ്ട്രാ ടാർജറ്റ്സും ഒക്കെ മീറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഇവർ എന്താണ് പ്രോഫിറ്റ്സ് ഒക്കെ റേസ് ചെയ്യുന്നതും ഇവരുടെ ഗ്രോത്ത് ഉണ്ടാവുന്നതും. പിന്നെ പലപ്പോഴും സ്ത്രീകളുടെ കാര്യം സ്പെസിഫിക്കലി പറയുമ്പോൾ ഈ ജോബ്സ് ഓട്ടോ അസൈൻ ചെയ്യും. ജോബ്സ് സ്ത്രീകളെ പൊതുവെ എന്താണ് കുറച്ചുകൂടെ പിങ്ക് കോളർ ജോബ്സ്, ഈ ബ്യൂട്ടീഷ്യൻ, നഴ്സിംഗ് അതുപോലത്തെ ജോബ്സിലേക്ക് അസൈൻ ചെയ്യുക. അങ്ങനത്തെ ഒരു പേട്രിയാർക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട് നേച്ചർ ഓഫ് വർക്ക് അസൈൻ ചെയ്യുന്നതിൽ. മാത്രമല്ല ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഇവർ ഈ കൊടുക്കുന്ന അസൈൻ ചെയ്യുന്ന ജോബ് ഇവർ അക്സെപ്റ്റ് ചെയ്യുകയും വേണം. മാത്രമല്ല റേറ്റിംഗ്സ് ഉണ്ടാവും. ഈ റേറ്റിംഗ്സിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ റേറ്റിംഗ് കുറവാണെന്നുണ്ടെങ്കിൽ അൺഫെയർലി ടെർമിനേറ്റ് ചെയ്യപ്പെടും. പക്ഷെ ഇതിനെ ഇല്ലീഗൽ ടെർമിനേഷൻ എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ദർ ഇസ് എ ലാക്ക് ഓഫ് റെഗുലേറ്ററി വാക്വം. ഈ പറയുന്ന ഗിഗ് വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഓവർ ആർച്ചിങ് ഫ്രെയിംവർക്ക് ഒന്നുമില്ല, ലീഗൽ ഫ്രെയിംവർക്ക് ഒന്നുമില്ല. മാത്രമല്ല സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് പലപ്പോഴും ബെയർ മിനിമൽ മെഷേഴ്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതും എന്താണ് പലപ്പോഴും സ്ത്രീകൾക്ക് അത് ആക്സസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഈ ഫ്ലെക്സിബിൾ വർക്കിംഗ് ആവേഴ്സ് എന്നൊക്കെ പറഞ്ഞാലും എന്താണ് ഈ അൺറിയലിസ്റ്റിക് ടാർഗറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സിന്റെ ബെനിഫിറ്റ്സ് ഒന്നും സ്ത്രീകൾക്ക് പലപ്പോഴും കിട്ടാറില്ല. സോ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ലൈക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് ലീവ് അല്ലെങ്കിൽ എന്താണ് പെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഈ പ്ലാറ്റ്ഫോംസ് എൻഷുർ ചെയ്യിക്കാറില്ല. സോ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് റേസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. പിന്നെ ഫ്രാൻസ് ഇന്ത്യയുടെ ഒരു പിനാക്ക ലോക്കറ്റ് സിസ്റ്റം അത് ഇവാലുവേറ്റ് ചെയ്യാൻ അവർ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിക്കുള്ള ന്യൂസ് ആണ്. സോ ഇതൊരു DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്തെടുത്ത ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് ലോഞ്ചർ ആണ്. മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ആണ് പിനാക്ക എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കാർഗിൽ വാറിലാണ്. ഇതിന് 2 പോഡ് ഉണ്ട് കണ്ടെയ്നിങ് 6 റോക്കറ്റ്സ് ഈച്ച്. അപ്പൊ എന്താണ് ടോട്ടൽ 12 റോക്കറ്റ്സ് ലോഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ടാറ്റയുടെ ട്രക്കിന്റെ മുകളിലാണ് യൂഷ്വലി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മൗണ്ട് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് പല വേരിയൻസ് ഉണ്ട്. ഓൺ ആവറേജ് 60 to 75 കിലോമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ അണ്ടർ ട്രയൽ ആയിട്ട് 200 കിലോമീറ്റർ റേഞ്ച് ഒക്കെ വരുന്ന വേരിയന്റ് ഒക്കെ അണ്ടർ ട്രയൽ ആണ്. ഇപ്പൊ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ന്യൂസിൽ പറഞ്ഞത് ഇപ്പൊ പിനാക്ക MK1 ഹാസ് എ റേഞ്ച് ഓഫ് 38 കിലോമീറ്റർ ആൻഡ് ഇറ്റ് ക്യാൻ ഫയർ എ വെറൈറ്റി ഓഫ് അമ്യൂണിഷൻ. സെവറൽ എക്സ്റ്റെൻഡഡ് റേഞ്ച് അമ്യൂണിഷൻ ആർ അണ്ടർ ഡെവലപ്മെന്റ്. നേരത്തെ പറഞ്ഞ പോലെ 200 കിലോമീറ്ററിന്റെ ഒക്കെ അണ്ടർ ഡെവലപ്മെന്റ് ആണ്. പിന്നെ കുറച്ചു ദിവസമായിട്ട് ന്യൂസിൽ വരുന്നുണ്ട് ബാന്ധവ്ഗഡ് ടൈഗർ റിസർവിനെ പറ്റിയിട്ട്. മധ്യപ്രദേശിലുള്ള അവിടെ ചില ടൈഗർ ഡെത്ത്സും എലിഫന്റ് ഡെത്ത്സും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചു ദിവസമായിട്ട് വരുന്നുണ്ട്. എലിഫന്റ് കാഫ് ബാന്ധവ്ഗഡ് ടൈഗർ റിസർവിൽ എലിഫന്റ് കാഫ് ഫൗണ്ടഡ് എന്നുള്ള ന്യൂസ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. മധ്യപ്രദേശിലാണിത്, ബിറ്റ്വീൻ വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ചസ്. സോ ഇതിന്റെ പേര് വരാൻ കാരണം ബാന്ധവ്ഗഡ്. ബാന്ധവ് മീൻസ് ബ്രദർ, ഗഡ് മീൻസ് ഫോർട്ട്. അപ്പൊ ബാന്ധവ്ഗഡ് ഹിന്ദു മിത്തോളജി പ്രകാരം രാമൻ ലക്ഷ്മണന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഫോർട്ട് ആണെന്നാണ് പറയുന്നത്. ബ്രദർ ഉണ്ടാക്കി കൊടുത്ത ഫോർട്ട്, ഹെൻസ് ദ നെയിം ബാന്ധവ്ഗഡ് ഫോർട്ട്. ആൻഡ് അത് അടുത്തുള്ളത് കൊണ്ട് തന്നെ ബാന്ധവ്ഗഡ് നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ് എന്ന് പേര് വന്നു ഇതിന്. സോ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്ലാന്റ് സ്പീഷീസ് സാൽ ട്രീ, ധൗറ, തെൻഡു ലീവ്സ്, ആംല, പലാശ് ഇതൊക്കെയാണ്. ഫോണ ടൈഗർ റിസർവ് ആണ്. സോ ഒബ്വിയസ്ലി റോയൽ ബംഗാൾ ടൈഗർ ഉണ്ട്, ലെപ്പേർഡ് ഉണ്ട്, വൈൽഡ് ഡോഗ്, ജാക്കൽ, ചിത്തൽ. പ്രിൻസ് പെർസ്പെക്റ്റീവിൽ എവിടെയാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട സ്പീഷീസ് ടൈഗർ റിസർവ് ആണ്. അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെയുള്ളൊരു ന്യൂസ്, ചൈന മാർക്സ് ബൗണ്ടറീസ് ഓഫ് സീനിയർ ഫ്ലാഷ് പോയിന്റ് റീഫ്. സൗത്ത് ചൈന സീയിലെ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റിന്റെ ഇഷ്യൂന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഫിലിപ്പൈൻസ് ഒരു ലോ പാസ്സാക്കി അവരുടെ സീയുടെ ലിമിറ്റ്സ്, അവരുടെ ടെറിട്ടോറിയൽ സീസിന്റെ ഒക്കെ ലിമിറ്റ്സ് എന്താണ് ഡിഫൈൻ ചെയ്തുകൊണ്ട് ആ ലോയെ ചൈന അംഗീകരിച്ചിട്ടില്ല. ചൈന അതിനെതിരെ പ്രൊട്ടസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന സൗത്ത് ചൈന സീയിലൂടെ ഒരു 9 ലൈൻ വരച്ചിട്ടുണ്ട്. ഈ യു ഷേപ്പിൽ കാണുന്ന 9 ലൈൻ. ഇത്രയും ടെറിട്ടറി, സൗത്ത് ചൈന സീയിലെ ഇത്രയും ടെറിട്ടറി ചൈനയുടെ ആണെന്നാണ് ചൈന പറയുന്നത്. പക്ഷെ ഇവിടെ ഫിലിപ്പൈൻസ് ഉണ്ട്, ബ്രൂണൈ ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്. ഈ കൺട്രീസിനൊക്കെ ഇവിടെയുള്ള ഐലൻഡ്സിലൊക്കെ ക്ലെയിം ഉണ്ട്. പക്ഷെ ചൈന അതൊന്നും അംഗീകരിക്കുന്നില്ല. ഇന്റർനാഷണലി പക്ഷെ ആരും ചൈനയുടെ ക്ലെയിമിനെ അംഗീകരിച്ചിട്ടുമില്ല. സോ ഇപ്പോ റീസെന്റ് ഈ സ്കാർബറോ ഷോൾ എന്ന് പറയുന്നത് ഇവിടെ ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. സ്കാർബറോ ഷോളിന്റെ അടുത്തായിട്ടാണ് ചൈന
അതിന്റെ ബൗണ്ടറീസ് നിർണയിച്ചിട്ടുള്ളത്. സോ ആ കോണ്ടെക്സ്റ്റിലാണ് ന്യൂസിൽ വന്നിട്ടുള്ളത്. സോ സ്കാർബറോ ഷോൾ ഇസ് കണ്ടസ്റ്റഡ് ബിറ്റ്വീൻ ഫിലിപ്പൈൻസ് ആൻഡ് ചൈന. ഇത് ഈ മോഡലിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇതിനു മുന്നേ. സെൻകാക്കു ഐലൻഡ്സ് ആരൊക്കെ തമ്മിലാണ്? ചൈനയും ജാപ്പാനും തമ്മിലായിരുന്നു. സോ സ്കാർബറോ ഷോൾ ഇസ് കണ്ടസ്റ്റഡ് ബിറ്റ്വീൻ ചൈന ആൻഡ് ഫിലിപ്പൈൻസ്. പിന്നെയുള്ള രണ്ട് ന്യൂസ് എക്സാമ്പിൾസ് ആയിട്ടൊക്കെ എഴുതാവുന്നതാണ്. ഇപ്പൊ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് സ്പോർട്സിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇത് സൊസൈറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും വന്നാൽ, ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിനെ പറ്റിയിട്ടുള്ളത് വന്നാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് മിക്സ്ഡ് ഫുട്ബോൾ ടൂർണമെന്റ് ഒഡീഷയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് എഴുതാം. അതുകൂടാണ്ട് ചൈൽഡ് ലേബർ ആസാമില് കോമിക്സ് കമാൻഡോസ് ഒരു NGO കോമിക്സ് കമാൻഡോസിനെ ക്രിയേറ്റ് ചെയ്യാണ് ടു ജോയിൻ ദ ഫൈറ്റ് അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ. ഈ കാരിക്കേച്ചറില് സിറ്റിസൻസിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ചൈൽഡ് ലേബറിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട്. സോ ഗ്രാസ് റൂട്ട്സ് ലെവൽ പാർട്ടിസിപ്പേഷൻ, നമുക്ക് വേ ഫോർവേഡിലൊക്കെ ഗ്രാസ് റൂട്ട്സ് ലെവൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റിയുടെ പാർട്ടിസിപ്പേഷൻ ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ കൊണ്ടുവരണം എന്നുള്ളത് പറയുമ്പോൾ നമുക്കൊരു ഇന്നോവേറ്റീവ് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഈ കോമിക്സ് കമാൻഡോസ് ഇൻ ആസാം ഒരു എന്താണ് NGOയുടെ ടു യൂസ് കാരിക്കേച്ചേഴ്സ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ. പിന്നെ ഒരു ആർട്ടിക്കിള് ജനറൽ ആർട്ടിക്കിൾ, ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഡെമോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ഷെയർ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ 15 to 64 ഇയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് പോപ്പുലേഷന്. സോ അത് ഹാർനസ് ചെയ്താൽ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാനാകും എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അധിക കാലം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ്സ് നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നതിനെക്കാളും പെട്ടെന്ന് തന്നെ ലോവർ ഫെർട്ടിലിറ്റിയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദർസ് എ ചാൻസ് ദാറ്റ് ഇന്ത്യ മൈറ്റ് ഗെറ്റ് സ്റ്റക്ക് ഇൻ എ മിഡിൽ ഇൻകം ട്രാപ്പ്. മിഡിൽ ഇൻകം ട്രാപ്പ് എന്ന് പറയുന്നത് ഈ കൺട്രീസിന്റെ ഇൻകം പലപ്പോഴും റൈസ് ചെയ്ത് അവസാനം ഒരു പോയിന്റ് കഴിയുമ്പോൾ ആ ഗ്രോത്ത് റേറ്റ് സ്ലോ ആയിട്ട് അവർ മിഡിൽ ഇൻകത്തിൽ തന്നെ സ്റ്റക്ക് ആയിട്ട് കിടക്കും. പിന്നീട് അവർക്ക് ഒരു ഹയർ ഇൻകത്തിലേക്ക് നീങ്ങാൻ പറ്റാണ്ട് വരുന്ന ഒരു അവസ്ഥ വരും. അത് ഒരു ട്രജക്ടറിയാണ്. പലപ്പോഴും പല കൺട്രീസ് ആ മിഡിൽ ഇൻകം ട്രാപ്പിൽ പെട്ടുപോകാറുണ്ട്. സോ മിഡിൽ ഇൻകം ട്രാപ്പിൽ ഇന്ത്യ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് സെക്ടർ ബൂസ്റ്റ് ചെയ്യണം എന്നും, ജോബ്സ് അതായത് പ്രൈമറി സെക്ടറിന് അഗ്രികൾച്ചർ തന്നെയാണ് ഇപ്പോഴും മെയിൻലി ജോബ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മളൊരു ഷിഫ്റ്റ് കൊണ്ടുവരണം എന്നും മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് ജോബ്സ് പോകണം എന്നും ഒക്കെയാണ് ആർട്ടിക്കിൾ ആർഗ്യൂ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ന്യൂസ്. താങ്ക് യു.